Hi guys and welcome back to my YouTube channel, and I thought I'll make a video about my skincare. എനിക്കറിഞ്ഞൂടാ എനിക്ക് എന്ത് വീഡിയോ എടുക്കണം അറിയില്ല. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നപ്പോൾ ഞാൻ ഓർത്തു സ്കിൻ കെയർ റുട്ടീൻ എടുക്കാമെന്ന്. അതൊരു നല്ല ഓപ്ഷനാണ്. ആൻഡ് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം മൈ സ്കിൻ ഡസൻ കെയർ, ആസ് യു ക്യാൻ സീ. സോ എനിക്കൊരു ടീനേജിൻ്റെ ഏർലി ടീനേജ്, ഇതൊരു എയ്ത്തിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് ആക്നെ ഉണ്ട്. ആൻഡ് ആ സമയം ആക്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നെറ്റിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നോട്ട് മൈ ചീക്സിലല്ലായിരുന്നു. ആൻഡ് ഞാൻ ഒരു 10th പഠിക്കുമ്പോഴാണ് ഓൾ ഓഫ് എ സഡൻ എനിക്ക് ചീക്സിൽ വരാൻ തുടങ്ങി. എൻ്റെ അമ്മയെ ചീക്സിൽ വന്നിട്ട് എൻ്റെ മുഖം മൊത്തം കുരു, അതായത് കുരുവില്ലാത്തൊരു ഭാഗമില്ല. ഇപ്പം എനിക്ക് കുരുവില്ല, ആക്ച്വലി കുരുവിൻ്റെ പാട് വന്നത്. അത് ഞാൻ പറയാം. അതായത് ആ സമയം എനിക്ക് ഭയങ്കര ട്രിഗേർഡായി. എന്നിട്ട് എൻ്റെ ഒരു മിസ്സ് എൻ്റെ ബർത്ത്ഡേക്ക് പുള്ളിക്കാരി എന്നെ അടുത്ത് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് മിസ് ഇങ്ങനെ നേരിട്ട്, അതായത് ഇത്രയും ക്ലോസ് ആയിട്ട് കാണും. അപ്പം മിസ് വാസ് ലൈക്ക് എന്താണിത് കുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതായത് എനിക്കിങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര, അതായത് മൊത്തം ഗുരു, നമുക്ക് ഭയങ്കര വിഷമം വരും. ഇപ്പോഴും എനിക്ക് ഗുരു വരുമ്പോൾ വിഷമം വരും. പക്ഷെ അന്ന് പറഞ്ഞത് പീക്കായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് പുള്ളി ഒരു ഓയിൽമെൻറ്റ് തന്നു, കിഡിലൻ ഓയിൽമെൻറ്റ്, ഒരു ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പുള്ളി ആ ടാബ്ലറ്റ്സ് എനിക്ക് 15 years ഓൾഡാണ് ഞാൻ. ആ പുള്ളി പറഞ്ഞത് അത് 21 years ഓൾഡ് ഞാൻ കഴിക്കണമെന്ന്. പക്ഷേ അത്ര നമ്മൾ കഴിച്ചില്ല. ഞാൻ ഒരു 3 മാസം കഴിച്ചിട്ട് നിർത്തി. കാരണം ടാബ്ലറ്റ്സ് അത്രയും കണ്ടിന്യൂ ആയിട്ട് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ആൻഡ് ഓയിൽമെൻറ്റ് നന്നായിട്ട് വർക്ക് ചെയ്തു ഇൻഫാക്ട്. പക്ഷേ ദ തിങ് ഈസ്, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് അലർജി വരാൻ തുടങ്ങി, ചൊറിയാൻ തുടങ്ങി. എന്തെങ്കിലും വർക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് എളുപ്പം വരും. എന്നിട്ട് പിന്നെ ആ അലർജി മാറാൻ എനിക്കൊരു ഓയിൽമെൻറ്റ് തന്നു. എന്നിട്ട് വീണ്ടും ഓയിൽമെൻറ്റ് തന്നു കുരുവിന്. ആൻഡ് ആ ഒരു ഓയിൽമെൻറ്റ് പിന്നെ തന്ന ഓയിൽമെൻറ്റ് എനിക്കൊന്ന് ബെൻസോയിൽ പെറോക്സൈഡ് അല്ലായിരുന്നു. അത് ഞാൻ അത്യാവശ്യം ഉപയോഗിച്ചു. ലൈക്ക് ഒരു +1 +2 കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തും, പിന്നെ കുരു വരുമ്പോഴും അങ്ങനെയൊക്കെയായിരുന്നു. അതൊക്കെയാണ് എൻ്റെ സ്കിന്നിൻ്റെ ആക്നേൻ്റെ കഥ. ഇപ്പോൾ എനിക്ക് കുറേ കാലമായിട്ട് ആക്നെ ഇല്ലായിരുന്നു ആക്ച്വലി. ഞാൻ പോണ്ടിച്ചേരി പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആക്നെ കുറച്ചുകൂടി ട്രിഗേർഡ് ആവാൻ തുടങ്ങിയത്. ആൻഡ് അവിടെ ചെന്നിട്ട് എന്നാലും പോണ്ടിച്ചേരിയിലായിരുന്നാലും ഒരു 1 week ആക്നെ വരും, അടുത്ത വീക്ക് ആകുമ്പോഴത്തേക്ക് അത് പോകും. വലിയ പാടുകളൊക്കെ അവശേഷിപ്പിക്കാറില്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് തരം വരാം. പക്ഷേ ഡാൻഡ്രഫ്, ആക്നെ വരാൻ കാരണം ഡാൻഡ്രഫാണ്. എനിക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ആക്നെ വരും, ഉറപ്പായിട്ട് വരും. അപ്പോൾ ഞാൻ മെയിനായിട്ട് എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് ഡാൻഡ്രഫ് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഡാൻഡ്രഫ് കളയാൻ മാക്സിമം നോക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ പോണ്ടിച്ചേരി വെച്ച് ലാസ്റ്റ് വെച്ചിട്ട് എനിക്ക് ഡാൻഡ്രഫ് ഭയങ്കരമായിട്ട് കൂടി. എന്തോ കാരണത്താൽ ഞാൻ അടുപ്പിച്ച് 2-3 ദിവസം ഹെയർ വാഷ് ചെയ്തില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാവാം. എന്നിട്ട് ഡാൻഡ്രഫ് കൂടി, കുരു വന്നു. ആ കുരു പിന്നെ ഇതുവരെ പോയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പം പിന്നെ ഞാൻ ഡോക്ടറെ കണ്ട ഓയിൽമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുരു ഓൾമോസ്റ്റ് ഇപ്പോൾ പോയി. നിങ്ങൾ ഈ കാണുന്ന നോക്കി അതിൻ്റെ കൂടപ്പിറപ്പുകളാണ്, ലൈക്ക് പാടുകൾ. ഓക്കെ. സോ അതാണ് എൻ്റെ ആക്നെ. ലിപ്സ്റ്റിക് ഇട്ടത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റായിട്ടിരിക്കുന്നത് നോക്കിയിട്ട് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടുള്ളൂ. ഏതിൻ്റെ ആണോ ഞാൻ ഇട്ടത് മറന്നേ. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വേണ്ടവർക്ക് അറിയിപ്പിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട് ഗൈസ്. അപ്പോൾ എൻ്റെ AM റുട്ടീനാണ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ഇപ്പോൾ എൻ്റെ PM റുട്ടീൻ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ആക്നെൻ്റെ ഓയിൽമെൻറ്റ് ഇടാണ്. സോ അത് കാണിച്ചിട്ട് കാര്യമില്ല. ആൻഡ് ഐ വിൽ നോട്ട് ബി സെയിങ് ദ നെയിം ഓഫ് ദറ്റ് ഓയിൽമെൻറ്റ്, ബിക്കോസ് അത് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വാങ്ങിച്ചാണ്. സോ എൻ്റെ സ്കിൻ ടൈപ്പിനും എൻ്റെ പ്രശ്നങ്ങൾക്കും ഡോക്ടർ തന്നതാണ്. അതിപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പോയി വാങ്ങിച്ചിട്ട് അഥവാ നിങ്ങൾക്കത് മേ ബി ഓപ്പോസിറ്റ് റിസൾട്ട്സ് ആയിരിക്കും തരുന്നത്. സോ ഐ വിൽ റെക്കമെൻഡ് യു ടു കൺസൾട്ട് എ ഡോക്ടർ ഫോർ യുവർ പ്രോബ്ലം. ആൻഡ് അതിനുശേഷം മുഖത്തിടുക. ഈ ഓയിൽമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരാൾ ഇടുന്ന കണ്ടിട്ട് ഇടാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. ബിക്കോസ് അവരുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ സാധനമായിരിക്കും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്നത്. മേ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ അവർ സ്കിൻ. സോ നമ്മളൊരു ഡോക്ടറെ കാണുക, അതായിരിക്കും ബെറ്റർ. എന്നിട്ട് നമ്മൾ നമ്മുടേതായ ഈ സ്കിൻ കെയർ, നമ്മുടെ ഒരു റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇറ്റ് വിൽ ബി ബെറ്റർ. അതാണ്. ഓക്കെ. സോ ഞാൻ അതുകൊണ്ട് എൻ്റെ PM റൂട്ടീൻ കാണിക്കുന്നില്ല, ഞാൻ എൻ്റെ ഓയിൽമെൻറ്റ് പേരും പറയുന്നില്ല. ഓക്കെ. സോ AM റൂട്ടീൻ ഞാൻ കാണിച്ചു തരാം. ഐ ഫസ്റ്റ് ബി യൂസിങ് ദിസ് ടോണർ. കാണുന്നില്ലേ? ഓ ഷിറ്റ്. ഓക്കെ. ഈ ടോണർ ഞാൻ റീസെൻ്റ്ലി പ്ലമ്മിൻ്റെ ബൈ 2 get 2 ഓഫറിൽ വാങ്ങിയാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിനോട് കമ്പൈൻ ചെയ്താണ് വാങ്ങിച്ചത്. കാരണം എനിക്ക് പ്ലമ്മിൻ്റെ 4 പ്രോഡക്റ്റ്സ് ഒന്നും വേണ്ടായിരുന്നു. സോ ഞാനിത് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് അവൾക്ക് ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. എന്താണ് ഇങ്ങനെ എന്തോ അല്ലേ?
ഓക്കെ, കാര്യം സംഭവം മനസ്സിലായല്ലോ. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നാസൽമൈഡ് ടോണർ. ഓക്കെ, ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ടൈറ്റൻസ് പോസ് ബ്രൈറ്റൻ സ്കിൻ. ഇതുവരെ ഇതൊന്നും ഉണ്ടായിട്ടില്ല, കാരണം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരാഴ്ച എന്തോ ആയുള്ളൂ. ആസ് യു ക്യാൻ സി, ഞാൻ ഉപയോഗിച്ചിട്ട് തുടങ്ങിയിട്ടില്ല, ഇവിടം വരെ ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്കതിട്ടാം. ഓക്കെ, സോ മേക്ക് ഷ്യൂർ യുവർ ഹാൻഡ്സ് ആർ ക്ലീൻ. കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഈ വക സാധനങ്ങളൊക്കെ മുഖത്തിട്ട്, അല്ലെങ്കിൽ ഇതൊന്നും ഇട്ടിട്ട് വലിയ കാര്യമില്ല. ആക്ച്വലി ടോണർ കഴുത്തിലിടേണ്ട കാര്യമില്ല. ടോണർ കഴുത്തിലിടുന്നു വേണ്ട, പക്ഷേ എല്ലാ സാധനങ്ങളും ഈ കഴുത്തിലൂടെ ഇടണം എന്ന് പറഞ്ഞ് കേട്ട് എല്ലാം കഴുത്തിലൂടെ ഇടും. ഇത് ആക്ച്വലി ഭയങ്കര വാട്ടർ ബേസ്ഡ് ടോണറാണ്. ഭയങ്കരമായിട്ട് പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളും. സോ നമുക്ക് എളുപ്പമാണ്. രാവിലെ ധൃതി പിടിച്ച് പോകുമ്പോൾ ഇത് അബ്സോർബ് ആകണം, അടുത്തിട്ട് അത് അബ്സോർബ് ആകണം, സമയമെടുക്കും, ടൈം കൺസ്യൂമിങ് ആണ്. ബട്ട് സ്റ്റിൽ ഇത് വേഗം അബ്സോർബ് ആവാറുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് ലോങ് ലാസ്റ്റിംഗ് ഓൾസോ. കുറച്ചുണ്ടല്ലോ, ഇനി പ്ലമ്മിൻ്റെ അടുത്ത് ഇത് വരുമ്പോൾ വായി. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് മൈ സിറം. അബ്സോർബ് ആയെന്ന് തോന്നുന്നു. ആൻഡ് ഫോർ സിറം ഐ എം യൂസിങ് റൈറ്റ് നൗ ഇസ് മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ്. ആക്ച്വലി എൻ്റെ കയ്യിൽ കുറേ സിറംസ് ഉണ്ട്. എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുറേ സിറം വാങ്ങും. ഇപ്പം എൻ്റെ കയ്യിൽ ഇതുണ്ട്, മറ്റേ ഡെർമക്കോൻ്റെ കോജിക് ആസിഡ് ഉണ്ട്, പിന്നെ ഒരു സാധനം ഉണ്ടല്ലോ ഡീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി ഉണ്ട്. അത്രേ ഉള്ളൂ. അതായത് എനിക്കിങ്ങനെ ഞാൻ ഓരോ എൻ്റെ പ്രശ്നത്തിനും ഇപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷന് ഒരു സാധനം വാങ്ങിക്കും, ആക്നെ വരുമ്പം അത് വാങ്ങിക്കും, ആക്നെ മാർക്സിന് അത് വേറൊന്നും വാങ്ങിക്കും. എങ്ങനെ ഇതൊന്നും വലുതായിട്ട് വർക്കാവാറില്ല. ആക്ച്വലി എനിക്ക് ഓർഡിനറീൻ്റെ നൈസർമേറ്റ് ഭയങ്കര ഇഷ്ടമായി. എനിക്കത് ആക്ച്വലി വർക്കാവുന്ന പോലെ തോന്നി. ആൻഡ് ഈ മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് ഈസ് ഓൾസോ ഗുഡ്. അത്യാവശ്യം ഇവിടെ വരെ ഞാൻ യൂസ് ചെയ്തു. നമുക്കിതിടാം. ആക്ച്വലി മറ്റേ ഡെർമാക്കോൻ്റെ സെറംസൊക്കെ ഇടുമ്പോൾ തന്നെ ഇവിടെ എത്തും. അത് ഭയങ്കര വെള്ളം പോലെ ഇങ്ങനെ ഒഴുകും. ഇത് പിന്നെ നമുക്ക് കുറച്ച് സമയം കിട്ടും. ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മുഖം ചുമക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് ബിക്കോസ് എൻ്റെ കുറച്ച് സെൻസിറ്റീവ് അല്ല, കുറച്ചധികം സെൻസിറ്റീവാണ്. കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഓക്കെ, ദാറ്റ്സ് ഡൺ. നെക്സ്റ്റ് ഈസ് മൈ മോയ്സ്ചറൈസർ. എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ മോയ്സ്ചറൈസർ എടുത്തിട്ടുള്ള ഗോഡ്, ദാറ്റ്സ് ഓക്കെ. ആൻഡ് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ആക്ച്വലി എൻ്റെ ഒരു അക്വാലോജിക്കൻ്റെ സാധനമുണ്ട്. അക്വാലോജിക്കൻ്റെ ഒരു മോയ്സ്ചറൈസറുണ്ട്, ഓൾസോ ഒരു ഡെർമാക്കോൻ്റെ ഒരു മോയ്സ്ചറൈസർ വിച്ച് ഐ ഡിഡ്ന്റ് ഓപ്പൺ യെറ്റ്. സോ അക്വാലോജിക്കൻ്റെ മോയ്സ്ചറൈസർ ഈസ് ഓക്കെ. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. കുറച്ച് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. എൻ്റെ ഓയിലി സ്കിന്നിന് പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്. കുറച്ച് അത്ര സ്റ്റിക്കി ഒന്നുമല്ല. ആക്ച്വലി എൻ്റെ സ്കിൻ ടൈപ്പ് എനിക്കറിയില്ല. It's oily in the summer and it's dry in the winter. And I can't say it's a combination skin also. Combination skin അല്ല, പക്ഷേ വിൻ്ററിൽ ഡ്രൈ ആകും, സമ്മറിൽ ഓയിലി ആകും. ഗുഡ് ന്യൂസ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു സൺസ്ക്രീൻ. ആൻഡ് സൺസ്ക്രീൻ ഞാൻ പല സൺസ്ക്രീൻ ഉപയോഗിച്ച് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഡെർമാക്കോൻ്റെ ഈ 1% ഹൈലറോണിക് സൺസ്ക്രീൻ ഹൈഡ്രേറ്റിംഗ് ജെല്ലാണ്. SPF 50 PA+++. ഓക്കെ, ഞാൻ ഡോട്ടൻകീൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. ജോവിസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ. ആൻഡ് ജോവിസിൻ്റെ സൺസ്ക്രീൻ ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആയിരുന്നു ഫോർ മീ. അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഓൾസോ എൻ്റെ ഓയിലി സ്കിൻ അത് പറ്റില്ലായിരുന്നു. ഞാൻ ആദ്യം ഇതൊന്നും അറിയാണ്ട് പോയി വാങ്ങിച്ചാണ്. ഓയിലി സ്കിൻ അത് അത്ര സ്യൂട്ടബിൾ അല്ലായിരുന്നു. സോ ഓക്കെ, അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഇടാം. പിന്നെ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈംസ് അക്വാലോജിക്കൻ്റെ ആണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതാകുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ സ്റ്റിക്കി ഫീലിങ്സ് ഒന്നും ഇല്ലായിരുന്നു. സ്റ്റിക്കി ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് പക്ഷെ എനിക്കതത്ര അറിയില്ല. ഞാൻ സ്റ്റിൽ സ്റ്റാൻഡ് ആവുന്നുണ്ടായിരുന്നു. ഇപ്പോഴുമാണ് അറിയില്ല.
നടക്കുന്ന സാധനം. 3 finger method. അടുത്ത് നമ്മൾ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇവിടെ ഉപേക്ഷിക്കാൻ പാടില്ല. എല്ലാവർക്കും വേണം, എല്ലാവർക്കും പറ്റട്ടെ. കഴുത്ത് ആക്ച്വലി മഞ്ഞിച്ചിരിക്കുന്നു, മുഖം ചുമന്നിരിക്കുന്നു. സോ that's it. I'm done actually. ഒരു സാധനമുണ്ട്. ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഒരു സാധനം കാണിച്ചിട്ടുണ്ട്. ദിസ് tinted sunscreen from Dot & Key, and actually I don't know whether to consider this as a makeup product or a skincare product. So ഞാൻ എന്തായാലും ഇത് ഇടാറുണ്ട്. ഇതാകുമ്പം ഒരു ഫൗണ്ടേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പം ഇട്ട് കാണിക്കാം. ആക്ച്വലി ഞാൻ ഇങ്ങനെയല്ല പ്രോഡക്റ്റ് എടുക്കാറ്. എന്തിനാണ് ഐ ഡോണ്ട് നോ ഫോർ വാട്ട് റീസണായി ഇങ്ങനെ ചെയ്തു. ലെറ്റ്സ് സീ. യൂഷ്വലി ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്കറിയില്ല ഇപ്പം എന്തിനാണ് ഞാൻ ഇങ്ങനെ എടുത്തതെന്ന്. ഓക്കെ, ഇത് ഒരുപാടായ ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആകും. ഒരു ചെറിയൊരു ബ്രൈറ്റനിങ് ഫീൽ ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കാത്തവർക്ക് ഒരു ഡെയിലി ബേസിൽ ഇടാൻ പറ്റുന്ന സാധനമാണ് ഇത്. ഇതാകുമ്പം ഭയങ്കര ഭീകര കവറേജൊന്നും ഇല്ല. ഇൻഫാക്ട് കവറേജ് ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഐ തിങ്ക് ഐ എം കൈൻഡ് ഓഫ് ഡൺ. നമുക്കിനി ലിപ് ബാം കൂടി ഇടാം. ലിപ് ബാം ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്നത് വാസ്ലിൻ തന്നെയാണ്. വാസ്ലിൻ. ഓ ഗോഡ്, ഇതെങ്ങനെയാണ്? ഹൗ ഡസ് ദിസ് വർക്ക്? യാ, ഓക്കെ. വാസ്ലിൻ. ഓ, ഞാൻ എന്തിനാ ഇപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ പുറത്തിടുന്നത്? ആശാലിടാം. ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ലിപ് ബാം ഇട്ടിപ്പോളായതാണ്. ഓക്കെ, ദിസ് ഇസ് ദി ഫൈനൽ റിസൾട്ട്. റിസൾട്ടൊന്നുമല്ല, ഫൈനൽ സാധനം സ്കിൻ കെയർ കഴിഞ്ഞിട്ടുള്ള. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. ഞാൻ സ്കിപ്പ് ചെയ്യാറേ ഇല്ല ഈ സ്കിൻ കെയർ റൂട്ടീൻ. രാവിലെ ഞാൻ എപ്പോഴും ഇത് ചെയ്തിട്ടേ ബാക്കി എന്തുള്ളൂ. ആൻഡ് എല്ലാവരും പറയുന്ന പോലെ കുറേ വെള്ളം കുടിക്കുക. ഞാൻ യൂഷ്വലി വെള്ളം തീരെ കുടിക്കാത്ത ഒരാളായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ വെള്ളം കുടിച്ചു വരുന്നത്. അതിൻ്റെ എനിക്ക് അറിയാനുണ്ട്. സോ വെറുതെ പറയുന്നതല്ല, ആക്ച്വലി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് സ്കിന്നിന്. സോ യാ, അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇനി എന്ത് വീഡിയോ ഇടുമെന്ന് എനിക്കറിയില്ല. സോ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ആൻഡ് ഞാൻ അത് ചെയ്യാം. ആൻഡ് അപ്പോൾ ഇത്രേ ഉള്ളൂ. Thank you for watching. Do subscribe, like and share. Thank you. Bye.